മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധമായ നോമ്പുകാലത്തിന്റെ നിറവിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. മനുഷ്യവർഗം ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തുനാഥൻ തൻ്റെ സ്വജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തതിൻ്റെ സ്മരണയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മങ്ങളിലും ആയിരുന്നു കൊണ്ട് ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെടുവാനായി ശ്രമിക്കേണ്ടതുണ്ട്. തപസ്സുകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സുവിശേഷ ഭാഗമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹാനാഥൻ മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത്. തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് 40 നാൾ മരുഭൂമിയിൽ പിതാവായ ദൈവത്തോടൊപ്പം ചെലവഴിച്ചു. അപ്പോൾ പിശാച് അവനെ 3 പ്രാവശ്യം പരീക്ഷിച്ചു. കല്ലുകളെ അപ്പമാക്കുവാനും ദേവാലയ ശൃംഗത്തിൽ നിന്ന് ചാടുവാനും ഒടുവിൽ തന്നെ ആരാധിക്കാനും വരെ സാത്താൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവന്റെ കാപട്യം നിറഞ്ഞ പരീക്ഷണങ്ങളിൽ വീഴാതെ ഈശോ വിജയകരമായി അതിജീവിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിശാചിന്റെ പ്രലോഭനങ്ങളെ യേശു നേരിടുന്നത് ദൈവവചനവും ഉപവാസവും കൊണ്ടാണ്. തിരക്കേറിയ ലോകത്ത് പലതിൻ്റെയും പിന്നാലെ നാം പരക്കം പായുമ്പോൾ ദൈവത്തെയും അവിടുത്തെ വചനങ്ങളെയും വിസ്മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. ഈ നോമ്പുകാലം ഒരു തിരിച്ചുവരവിന്റെ കാലമാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടാരൂപിയുടെ ശക്തികൾ ആഞ്ഞടിക്കുമ്പോൾ അതിനെ വചനമാകുന്ന ഇരുതല വാൾ കൊണ്ട് തന്നെ നേരിടുവാൻ നമുക്ക് കഴിയണം. മുടക്കം വരാതെയുള്ള വചന വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മെ തന്നെ ശക്തരാക്കുവാൻ കഴിയണം. അന്യം നിന്നു പോകുന്ന സന്ധ്യാസമയത്തെ കുടുംബ പ്രാർത്ഥനകൾ നമുക്ക് തിരികെ കൊണ്ടുവരാം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ഈശോയോട് ഐക്യപ്പെട്ട് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ തപസ്സുകാലം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളിൽ തളരാതെ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ശരണം പ്രാപിച്ചുകൊണ്ട് ഈ തപസ്സുകാലം കൂടുതൽ വിശുദ്ധിയോടെ നയിക്കുവാനും അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ സഹനവും കുരിശുമരണവും അവിടുത്തെ മഹത്വമേറിയ ഉത്ഥാനവും കൂടുതൽ യോഗ്യതയോടെ കൊണ്ടാടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.